സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സൃഷ്ടികാർത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ സൃഷ്ടികാർത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാത്രത്തിൽ സൃഷ്ടികാർത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാത്രത്തിൽ സൃഷ്ടികാർത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ അവൻ വരുന്ന നാളിൽ എന്റെ കാലം പിടിച്ചു തന്റെ മാറോടച്ചിടുകേ. അവൻ വരുന്ന നാളിൽ എന്റെ കാലം പിടിച്ചു തന്റെ മാറോടച്ചിടുകേ. സമൂഹമതിൽ അന്ന് കാർത്തനുമായി ആഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്ന് കാർത്തനുമായി ആഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാത്രത്തിൽ സൃഷ്ടികാർത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാത്രത്തിൽ സൃഷ്ടികാർത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വാങ്ങിയിടുകേ വാഹനത്തിൽ ഓടോടികൾ വീണ്ടും വാങ്ങിയിടുകേ വാഹനത്തിൽ ഓടോടികൾ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാത്രത്തിൽ സൃഷ്ടികാർത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാത്രത്തിൽ സൃഷ്ടികാർത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. ആയിരങ്ങൾ ഇരുദിനം ഓർമ്മേ മാതാവേ വന്നി വന്നിടേ. ആയിരങ്ങൾ ഇരുദിനം ഓർമ്മേ മാതാവേ വന്നി വന്നിടേ. സങ്കീർത്തനങ്ങൾ 139 1-2 വാക്യങ്ങൾ. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മെ അറിഞ്ഞവൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നൊരു വിഷയമാണ് നാം ഈ പ്രഭാതത്തിൽ ധ്യാനിക്കാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകൾ, നമ്മെ നന്നായി അറിയുന്നവൻ ഒരുവനേയുള്ളൂ, അത് നമ്മുടെ കർത്താവ്. നമ്മെ അറിയേണ്ടതുപോലെ അറിയുവാൻ കർത്താവിനല്ലാതെ മറ്റാർക്കും കഴിയുകയുമില്ല. നമ്മുടെ ഇരിപ്പും നിൽപ്പും കിടപ്പും എഴുന്നേൽപ്പും എല്ലാം കർത്താവ് അറിയുന്നു. ദാവീദ് ദൈവത്തോട് സംസാരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കൂ. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും മാത്രമല്ല, ദൂരത്തു നിന്ന് എൻ്റെ നിരൂപണം മുഴുവൻ അങ്ങ് അറിയുന്നുവല്ലോ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങയ്ക്കൊന്നും മറവായിരിക്കുന്നില്ല എന്ന് താൻ വിശ്വസിച്ച് പാടുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ആർക്കും മറഞ്ഞിരിക്കുവാനാകുകയില്ല.
ഒന്നും മറച്ചു വയ്ക്കുവാനും ഒക്കുകയുമില്ല. സക്കായി എന്ന ചുങ്കക്കാരനായ മനുഷ്യൻ തന്നെ തന്നെ കർത്താവിൻ്റെ കണ്ണിൽ നിന്നൊന്ന് മറച്ചു വയ്ക്കുവാൻ ഒരു ശ്രമം നടത്തി. അത് പാഴ്ശ്രമമായിരുന്നു എന്ന് ദൈവവചനത്തിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മറഞ്ഞിരിക്കുവാൻ താൻ ആഗ്രഹിച്ച് അതിന് തുനിയുന്ന നേരം തന്നെ വളരെ ദൂരത്തു നിന്നേ കർത്താവ് അത് തിരിച്ചറിഞ്ഞു, സക്കായിയെ കണ്ടു. എന്നിട്ട് കർത്താവ് അവൻ്റെ പാഴ്ശ്രമം ഗ്രഹിച്ചിട്ട് തൻ്റെ ഹൃദയത്തിൽ ഒന്ന് ചിരിച്ചു കാണുമായിരിക്കണം. സക്കായിയുടെ ആഗ്രഹം നല്ലതായിരുന്നു. അവൻ്റെ ആഗ്രഹം എന്തെന്നത് എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ അറിയണം എന്നതായിരുന്നു. എന്നാൽ ഞാൻ അവനെ കാണുവാനും അറിയുവാനും ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും യേശു അറിയരുത്, അത് മറ്റാരും കാണരുത്, അറിയരുത് എന്നൊരു നിർബന്ധം കൂടി സക്കായിയിൽ ഉണ്ടായിരുന്നില്ലേ? നാം അറിയാതെ തന്നെ പ്രിയർ എത്രയോ പേർ നമ്മെ അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, തുനിയുന്നുണ്ട്. എന്നാൽ നാം അത് അറിയുന്നത് പോലുമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ദൈവത്തെ കാണുവാൻ, ദൈവത്തെ അറിയുവാൻ ആരാഗ്രഹിച്ചാലും ദൈവം അറിയാതെ ആർക്കും അവനെ അറിയുവാനോ കാണുവാനോ കഴിയുകയില്ല എന്നുള്ള സത്യം ഈ വചനം, ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ തിരയുന്നവരെ എല്ലാം അവരറിയാതെ തന്നെ ദൈവം അറിയുന്നു. പ്രിയരെ, ദൈവം നിങ്ങളെ അറിയുന്നു, നിങ്ങളെ ദൈവം കാണുന്നു. നിങ്ങളുടെ നിരൂപണങ്ങൾ അവൻ ഗ്രഹിച്ചിട്ടുമുണ്ട്. വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? യേശു നടന്നു വരുന്ന വഴിയിൽ സക്കായി മുന്നമേ ചെന്ന് ഒരു മരത്തിൽ കയറി യേശു തന്നെ കാണാതെ ഒളിച്ചിരുന്നു. തൻ്റെ ലക്ഷ്യം നല്ലതായിരുന്നുവെങ്കിലും മാർഗം അത്ര നല്ലതായിരുന്നില്ല എന്ന് വെളിപ്പെടുത്തത്തക്കവണ്ണം യേശു അത് പരസ്യമാക്കി. മരച്ചുവട്ടിലെത്തിയപ്പോൾ യേശു ആ മുകളിലോട്ട് അവനിരിക്കുന്ന ഇടത്തേക്ക് നോക്കി സക്കായിയെ താഴെ ഇറക്കി. അവൻ്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു എന്ന് മാത്രമല്ല, അവൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം അവന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. അവൻ ആഗ്രഹിച്ചില്ല എങ്കിലും ആഗ്രഹിച്ചാലും നടക്കയില്ല എന്ന് അവനും സമൂഹവും ധരിച്ചു വച്ചിരുന്ന ധാരണയെ കർത്താവായ യേശു ക്രിസ്തു അത് പൊളിച്ചു കളഞ്ഞു. സക്കായിയോട് പറയുന്നത്, സക്കായിയെ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു, വേഗം താഴേക്ക് ഇറങ്ങി വാ. താൻ കേട്ടതൊക്കെ ശരിയാണോ എന്നറിയുവാനും യേശു എങ്ങനെയുള്ളവനെന്ന് അറിയാനും വേണ്ടിയാണ് സക്കായി എന്ന നീളം കുറഞ്ഞ ആ മനുഷ്യൻ ആഗ്രഹിച്ചതും ശ്രമിച്ചതും. എന്നാൽ സക്കായി പോലും അറിയാതെ സക്കായി എങ്ങനെയുള്ളവൻ എന്ന് സർവജ്ഞാനിയായ യേശു കർത്താവ് അവൻ്റെ ഉള്ളം വ്യക്തമായി കണ്ടു. തൻ്റെ നിരൂപണം വളരെ ദൂരത്തു നിന്ന് ഗ്രഹിച്ചവനെ തനിക്കെങ്ങനെ നിരസിക്കാനാകും എന്നത് വ്യക്തമാക്കുന്ന ഒരു പ്രതികരണമാണ് സക്കായിൽ നിന്ന് ഉളവായത്. തൻ്റെ പേര് ആരും പറഞ്ഞു കൊടുക്കാതെ അതറിഞ്ഞ് എന്നെ പേര് ചൊല്ലി വിളിച്ചവനെ സമൂഹം വെറുക്കുന്ന, സമൂഹം ഒറ്റപ്പെടുത്തി നിർത്തുന്ന എൻ്റെ ഭവനത്തിൽ വന്ന് പാർക്കുവാൻ ആഗ്രഹിക്കുന്ന ആ അത്ഭുത പുരുഷനെ, ആ അത്ഭുത ഗുരുനാഥനെ, അവൻ്റെ വിളിയെ എനിക്കെങ്ങനെ തള്ളിക്കളയാനാകും? എനിക്കെങ്ങനെ നിരസിക്കാനാകും? എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നവനെ, എൻ്റെ പ്രവൃത്തികൾ എനിക്ക് അവൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെ മറച്ചു വയ്ക്കാനാകും എന്ന് തിരിച്ചറിഞ്ഞ സക്കായി ആരും പ്രേരിപ്പിക്കാതെ, ആരും അവനെ ശാസിക്കാതെ തന്നെ, ആരും അവനെ അതിനുവേണ്ടി പ്രലോഭിപ്പിക്കാതെ തന്നെ ആ നല്ല നാഥന്റെ മുൻപിൽ സക്കായി തൻ്റെ കുറവുകൾ, തൻ്റെ പിഴവുകൾ, തൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുവാൻ ആഗ്രഹം അവിടെ പ്രകടിപ്പിച്ച കാര്യവും അത് വേദഭാഗത്ത് വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നാം വായിച്ചിട്ടുണ്ടല്ലോ, നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പ്രിയരെ, സർവജ്ഞാനിയുടെ മുൻപിൽ സർവവും സമർപ്പിച്ചവൻ തൻ്റെ അതുവരെയുള്ള പാപജീവിതത്തെ പൊളിച്ചു കളഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു അനുസരണ പുത്രനാകുവാൻ അവൻ അവനെ തന്നെ സമർപ്പിക്കുകയായിരുന്നു. തന്നെ കണ്ടെത്തിയവനെ താൻ തൻ്റെ കർത്താവായി ഏറ്റെടുക്കുന്നു. തന്നെ അനുഗമിക്കുന്നവനായി താൻ തന്നെ കർത്താവിന് മുമ്പാകെ തീരുമാനം ഏറ്റുപറഞ്ഞ് സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു സക്കായിയെ പേർ ചൊല്ലി വിളിച്ചതിൽ കൂടി കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു എന്ന് സക്കായിയും ഗ്രഹിക്കുവാൻ ഇടയായി. തനിക്കുള്ളതിനെ നാഥൻ പേർ ചൊല്ലി വിളിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മളിത് വായിക്കാൻ കഴിയുന്നു. തനിക്കുള്ളതിനെ
നാഥൻ പേർ ചൊല്ലി വിളിക്കുന്നു. കൂടപ്പിറപ്പുകളെ, അവൻ നിങ്ങളെയും നിങ്ങളുടെ പ്രകൃതത്തെയും നിങ്ങളുടെ പശ്ചാത്തലങ്ങളെയും അറിയുന്നവനാണ്. അവൻ അറിയുന്നതിനാൽ അവന്റെ മുൻപാകെ സമർപ്പിക്കുകയേ നിവൃത്തിയുള്ളൂ. അവൻ നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചതിനാൽ നിങ്ങൾ അവനുള്ളവനാണ് എന്ന് തിരിച്ചറിഞ്ഞു അവന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ പിന്നാലെ അനുഗമിക്കുകയേ നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ എന്ന് തിരിച്ചറിയുക. ബലം പിടിച്ചു നിൽക്കാതെ അവനെ ഏറ്റെടുത്ത് അവനായി സമർപ്പിച്ചുള്ള ഒരു ആത്മീയ ജീവിത നിലവാരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും അവന്റെ കർത്തൃത്വത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്യുക. അവൻ നിങ്ങളുടെ നിരൂപണം ഗ്രഹിച്ചിട്ടുണ്ട്. അവൻ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇരിപ്പും എഴുന്നേൽപ്പും അവൻ അറിയുന്നു. ഏൽപ്പിച്ചു കൊടുത്താൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും ആനന്ദവും അനുഗ്രഹവും അവനിൽ നിന്ന് പ്രാപിച്ചനുഭവിക്കുവാനിടയാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു തരുന്നു. ഞങ്ങളെ നന്നായി അറിയുന്ന കർത്താവ്, ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ച കർത്താവ്, ആ കർത്താവിൻ്റെ വിളിയെ നിരസിക്കാതെ ധിക്കരിക്കാതെ കർത്താവെ, കർത്താവിൻ്റെ ഇടപെടലിനായി കർത്താവിൻ്റെ കർത്തൃത്വത്തിനായി ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സമർപ്പിച്ചു തരുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണം. അങ്ങേ അറിഞ്ഞുള്ളൊരു ജീവിതം നയിക്കാൻ, അങ്ങയ്ക്ക് വേണ്ടിയുള്ളൊരു ജീവിതം നയിക്കുവാൻ കൃപയാൽ നിറയ്ക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകലിൽ മാനിക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Ocean